നമസ്കാരം, ഞാൻ ശാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഉള്ളിത്തോരനാണ്. ഈ ഒരു തോരൻ നമുക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കറിയൊക്കെ ചെയ്യാനൊരു മടിയുണ്ടെങ്കിലോ വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കിഡിലൻ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില. ഈ തോരന് വേണ്ടിയിട്ട് തേങ്ങ വേണം. ഞാനിപ്പോൾ ഇതിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, താളിക്കാനായിട്ട് കടുകും വറ്റൽ മുളകും കറിവേപ്പിലയും വേണം. നമ്മൾ ആദ്യം തന്നെ ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ തേങ്ങ ഒന്നും ചതയ്ക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചിലർക്കിത് വെള്ള കളറിലിരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നില്ല. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഞെരടിയെടുക്കണം. ഞാൻ ക്യാബേജ് തോരൻ്റെ ഒരു റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിലും നമ്മൾ ഇതേപോലെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അതേപോലെ തന്നെ നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഞെരടി എടുക്കണം. അപ്പോൾ ഈ ഉപ്പും തേങ്ങയും ഒക്കെ കൂടെ നല്ലതുപോലെ നമ്മുടെ സവാളയിൽ ഒന്ന് മിക്സായി വരും. ഇപ്പോൾ ഇതെല്ലാം ഞാനൊരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഞെരടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാം ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തോരനാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. ഈ കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണം. എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായതിന് ശേഷം വേണം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ആ സവാളയും തേങ്ങയൊക്കെ കൂടെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ സവാളയിലൊക്കെ ഉപ്പ് ആദ്യം കുറച്ച് ചേർത്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും ചേർത്താൽ മതി. നമുക്കിത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് തോരനാക്കി എടുക്കാൻ പറ്റും. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണ്ടേ. അതിനുശേഷം നമുക്കിതെല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് ഒരു വൈറ്റ് കളറിലുള്ള തോരനായിട്ട് വേണമെങ്കിൽ നിങ്ങളിതിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമ്മുടെ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്താണ് ചെയ്യുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു 4-5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും.
അപ്പോഴേക്കും നമ്മുടെ തോരൻ റെഡി ആവും. ഇത് നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. നമ്മളിതിൽ പൊടികളൊന്നും ചേർത്തിട്ടില്ല, പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. പൊടികളൊക്കെ ചേർത്ത് വേറൊരു രീതിയിലും നമുക്ക് ഈ തോരൻ നല്ല ടേസ്റ്റിൽ ചെയ്യാം. ഞാനത് വേറൊരു എപ്പിസോഡിൽ കാണിച്ചു തരാമേ. ഇപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയി കഴിഞ്ഞു. ഈ തേങ്ങയും ജീരകവും സവാളയും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സായി നമ്മൾ എണ്ണയിൽ, അതും വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തോരൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ. എന്നിട്ട് ഇതെങ്ങനെ ഉണ്ടായിരുന്നു ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റും ചെയ്യണേ.